എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വേര് പിടിപ്പിച്ച ബൊഗെയിൻവില്ല തൈകൾ ചട്ടിയിലേക്ക് എങ്ങനെ മാറ്റി നടാം എന്നുള്ളതാണ്. ചെടികൾ നടാനും എല്ലാറ്റിനും എന്നെ സഹായിക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ ഹസ്ബൻഡ് ഇവിടെ 4 ചട്ടി സിമെൻറ്റ് ചട്ടിയിൽ 4 ചട്ടി മണ്ണ് കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അതിൽ കല്ലൊക്കെ മാറ്റണം. എന്നിട്ട് അതിലേക്ക് ഏകദേശം ഒരു ചട്ടിയോളം 3/4 ചട്ടിയൊക്കെ മതിയാവും ഉണങ്ങിപ്പൊടിച്ച ആട്ടുംകാഷ്ടമോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ ചേർക്കുക. പിന്നെ വേപ്പും പിണ്ണാക്കും ഏകദേശം 1 കിലോയോളം. പിന്നെ മുട്ടത്തോട് ക്രഷ് ചെയ്തത് കൂടിയാണ് ചേർക്കേണ്ടത്. ഇത് 4ഉം കൂടി നന്നായിട്ട് മിക്സ് ആക്കുക. എന്നിട്ട് നമുക്ക് ചട്ടിയിലേക്ക് ഇടാം. ചട്ടിയുടെ അടിയിൽ നല്ലോണം ഹോളുകൾ ഉണ്ടാവണം കേട്ടോ. പിന്നെ അതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് ഒരു ലെയർ ചെറിയ കല്ലും കഷ്ണങ്ങളൊക്കെ ഇടണം. അല്ലെങ്കിൽ ഡ്രെയിനേജ് ബ്ലോക്കായിട്ട് വെള്ളം കെട്ടിക്കെടുക്കാനും പിന്നെ ചെടി ചീഞ്ഞു പോകാനൊക്കെ ഉള്ള സാഹചര്യം ഉണ്ടാകും. പിന്നെ ചകിരിച്ചോറ് ഒരിക്കലും ചേർക്കുന്നത് ബൊഗെയിൻവില്ലയ്ക്ക് നല്ലതല്ല. കാരണം കുറച്ച് ചൂട് ആവശ്യമുള്ള ചെടിയാണ് ബൊഗെയിൻവില്ല. നനവ് അധികം പാടില്ല, എന്നാലാണ് നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുള്ളൂ. നമുക്കിനി ചെടി നടാം. ചെടി കവറിലാണ് ഞാൻ വേര് പിടിപ്പിച്ച് വെച്ചിരുന്നത്. അപ്പോൾ അത് കവർ ഇങ്ങനെ ഒരു ബ്ലേഡ് കൊണ്ട് മുറിച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് പുറത്തെടുക്കാം. പുറത്തെടുക്കുന്നതിന് മുമ്പ് ഒന്ന് നനച്ചു കൊടുക്കണം. വേപ്പും പിണ്ണാക്ക് എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. ബൊഗെയിൻവില്ല കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ വേരുകൾക്കൊക്കെ ഓരോ ഫംഗസ് രോഗങ്ങളൊക്കെ വരും. അപ്പോൾ വേപ്പും പിണ്ണാക്ക് ചേർത്തില്ലെങ്കിൽ കീടങ്ങളൊക്കെ ആക്രമിച്ച് ഫംഗസ് ബാധയൊക്കെ ഉണ്ടായിട്ട് ചെടി അഴുകിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ വേപ്പും പിണ്ണാക്ക് എന്തായാലും ചേർത്തിരിക്കണം. ഇങ്ങനെ നമുക്ക് 3/4 ചട്ടിയോളം മണ്ണ് നിറച്ചിട്ട് അതിൻ്റെ മധ്യഭാഗത്തേക്ക് ചെടി നട്ടു കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള ഭാഗത്തൊന്ന് കുറച്ച് മണ്ണിട്ടിട്ട് ചെടിയെ ഒന്ന് ഉറപ്പിച്ച് നിർത്താം. ഇത് ഞാൻ ഒരു ചട്ടിയിൽ നട്ട് വെച്ചിരുന്നുണ്ട്. വെറുതെ കമ്പ് ഇങ്ങനെ കുത്തി വെച്ചതാ. 2 കമ്പ് കുത്തി വെച്ചു. അത് നന്നായിട്ട് വേര് പിടിച്ചു. അപ്പോൾ ചട്ടിയിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് നനച്ചു കൊടുക്കണം നന്നായിട്ട്. എന്നിട്ട് 2-3 തട്ട് തട്ടിയാൽ ഇതേപോലെ ഇങ്ങനെ വിട്ടുപോരും. എന്നിട്ട് അധികം മണ്ണൊന്നും കളയാൻ പാടില്ല. സൈഡിലത്തെ മടിയിലത്തെയൊക്കെ മണ്ണ് കുറച്ച് കളഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക ചെടീനെ. ഞാനിവിടെ ഇപ്പോൾ 11 ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 11 ചട്ടിയിലേക്ക് നടാനായിട്ട് 11 ബൊഗെയിൻവില്ല തൈകൾ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് നട്ടിട്ട് ഇങ്ങനെ മതിലിൻ്റെ മുകളിൽ വെക്കാനുള്ള പ്ലാനാണ്. ചെടികൾ നട്ടിട്ട് അങ്ങനെ തന്നെ ഡയറക്റ്റ് സൺലൈറ്റിൽ കൊണ്ട് വെക്കരുത് കേട്ടോ. ഒരാഴ്ച മിനിമം തണലത്ത് വെച്ചിരിക്കണം. അല്ലെങ്കിൽ ഡയറക്റ്റ് കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടികൾ വാടി കരിഞ്ഞു പോകും. ഈ പോട്ടിൽ പിടിച്ചിട്ടില്ലല്ലോ, വേറെ ഒന്നും പിടിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം നനയ്ക്കുമ്പോൾ നന്നായിട്ട് നനച്ച് കൊടുക്കുക. പിന്നെ 2 ദിവസം കൂടുമ്പോൾ ഇത്തിരീശ വെള്ളം മാത്രം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ചെടിക്ക് വല്ലാതെ വാട്ടാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇത്തിരി അധികം ഒഴിക്കുക, അല്ലെങ്കിൽ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതിയാവും. ബൊഗെയിൻവില്ല ചെടിക്ക് ജൈവവളം അധികമായിട്ട് ഇട്ട് കൊടുത്താൽ ഇലകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ വളർച്ചയുടെ ഘട്ടത്തിൽ നമ്മൾ കുറച്ച് ജൈവവളം ഇട്ട് കൊടുക്കുക. പിന്നെ പൂക്കളൊക്കെ ഉണ്ടാവാനായിട്ട് പൊട്ടാസ്യം ഒക്കെ കൂടുതൽ അടങ്ങിയിട്ടുള്ള വളങ്ങളായിരിക്കും ഇടേണ്ടത്. പൊട്ടാഷ്യം ഇട്ട് കൊടുക്കാം, പിന്നെ കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുക്കാം. അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്താൽ നന്നായിട്ട് പൂക്കളുണ്ടാവും. ഇപ്പോൾ വളർച്ചയുടെ കാലഘട്ടമാണല്ലോ, കുറച്ച് നാൾ നന്നായിട്ട് ബ്രാഞ്ചസൊക്കെ വന്ന് വളരട്ടെ. അതിനുശേഷം പൂക്കുന്ന സമയം ഫെബ്രുവരി ഒക്കെ ആകുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള വളങ്ങൾ ഇട്ട് കൊടുക്കണം. നന്നായിട്ട് പൂക്കണമെങ്കിൽ വളങ്ങൾ മാത്രമല്ല, നല്ല വെയിലും അത്യാവശ്യമാണ്. നന്നായിട്ട് വെയിൽ ഉള്ള സ്ഥലങ്ങളിലാണ് ബൊഗെയിൻവില്ല കൂടുതൽ പൂക്കൾ തരിക. അപ്പോൾ ഞാൻ മതിലിൻ്റെ മുകളിൽ വയ്ക്കാനാണ് പ്ലാൻ. 2 വലിയ സിമെൻറ്റ് ചട്ടിയിലും കൂടെ നടാൻ പോവുകയാണ്, 2 സൈഡിൽ വയ്ക്കാനായിട്ട്. അതിലാദ്യം ഉണ്ടായിരുന്ന ഒരു ചെടി അത്ര നല്ല ഭംഗിയിൽ വളർന്നിരുന്നില്ല. അപ്പോൾ അത് മാറ്റിയിട്ട് ബൊഗെയിൻവില്ല നടാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ ആ സൈഡിൽ കാണുന്ന ബെൽ ഐക്കണും കൂടി ഒന്ന് ടച്ച് ചെയ്തേക്കണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.